പൂക്കളം എന്തിനാ ഇടുന്നത്? പൂക്കളം എന്തിനെന്നല്ലേ, ചിങ്ങമാസം ശരിക്കും മുൻപത്തെ കാലം എന്ന് പറയുമ്പോൾ പൂക്കളുടെ അല്ലെങ്കിൽ കൃഷി വിളവെടുപ്പിന്റെ കാലമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ധാരാളം പൂക്കളും ഉണ്ടായി. പക്ഷെ എന്തിനാ നമ്മള് തിരുവോണത്തിന്റെ അന്ന് പൂക്കളം ഇടുന്നത്, അല്ലെങ്കിൽ അത്തം മുതൽ 10 ദിവസങ്ങളിൽ പൂക്കളം ഇടുന്നത് എന്നറിയാം. അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം. തിരുവോണത്തിന്റെ അന്നാണ് മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ഒന്നായ വാമനാവതാരത്തിന്റെ നക്ഷത്ര ദിവസം. തിരുവോണമാണ് വാമനന്റെ നക്ഷത്രം വരുന്നത്. വാമനാവതാരത്തിന്റെ അവതാരത്തിൽ വന്ന മഹാവിഷ്ണുവിനെ സ്വീകരിക്കുകയാണ് നമ്മൾ പൂക്കളമൊക്കെ വെച്ചുകൊണ്ട്. സമൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ, ശ്രേയസിന്റെ, ശ്രേഷ്ഠതയുടെ ദിവസമായിട്ടാണ് നമ്മൾ തിരുവോണം കാണുന്നത്. മഹാബലിയെ കൊടവേറനാക്കിയിട്ടൊക്കെ കാണിക്കുന്നില്ലേ ഓണത്തിന്? അത് സത്യമാണോ? 3 ലോകങ്ങളായിരുന്നു: ഭൂമി, പാതാളം, സ്വർഗം. അങ്ങനെ ഇതിന്റെ 3ന്റെയും അധിപനായി വാണപ്പോ ഒരു ചെറിയൊരു ഘമണ്ടു വന്നു, അഹങ്കാരം വന്നു. ആർക്കാണ്? സാധാരണ മനുഷ്യനും പിന്നെ അതുപോലെ തന്നെ അസുരൻ എന്നൊക്കെ പറഞ്ഞാല് ചെറിയ ഒരു അഹങ്കാരമൊക്കെ വരുമല്ലോ. അങ്ങനെ അഹങ്കാരം വന്നു നമ്മുടെ മഹാബലിക്ക്. ബലി ഭയങ്കര ബലവാനാണ്. അഹങ്കാരം വന്നു മീൻസ് ഈ 3 ത്രിഭുവനങ്ങളുടെയും നാഥനാണല്ലോ ഞാൻ എന്ന് പറഞ്ഞിട്ട് ആർക്കും അവിടെ ഒരു അവസരമില്ലാതെ പോയി. അവനവന്റെ രാജ്യം മാത്രമേ നമ്മൾ ഭരിക്കാൻ പാടുള്ളൂ അല്ലേ? നമ്മുടെ കാര്യത്തിൽ നമ്മുടേതിൽ നമ്മൾ ഒതുങ്ങണം എന്നാണ് തൻ്റേതാക്കി മാറ്റി. അപ്പൊ അവിടെയും ഉണ്ടായിരുന്നു ആൾക്കാർ, അവരെയൊക്കെ ഒന്നും അല്ലാണ്ടാക്കി മാറ്റി വെച്ചു. അപ്പൊ അതിനടുത്ത് ചോദിക്കും, അവരെ മാറ്റുന്നത് എന്തിനു എന്നല്ലേ? ഇവിടെ പണ്ട് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ നമ്മൾ എന്തിനാ ഇന്ത്യയിൽ നിന്ന് ആട്ടിപ്പായിച്ചത്? ബ്രിട്ടീഷുകാരെ നമുക്ക് ആക്സസ് ഇല്ലാണ്ട് പോയി. അവരവരുടെ ആധിപത്യം ഉറപ്പിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? പായിക്കേണ്ടി വന്നു അല്ലേ? അതുപോലെ തന്നെയാണ് സ്വർഗത്തിൽ നിന്നും ദേവന്മാർക്കൊരു സമാധാനം ഇല്ലാണ്ടായി, ജീവിക്കാൻ പറ്റാണ്ടായി. കാരണം എന്താണ്? അവർക്കൊന്നൊരു വില ഇല്ലാണ്ടായിപ്പോയി. ഇദ്ദേഹമാണ് എല്ലായിടും അടക്കി ഭരിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിൽ നിന്നും മാറ്റാനായിട്ട് വാമനൻ, വിഷ്ണു ഭഗവാൻ വാമനനായി ഭൂമിയിൽ അവതരിച്ചു. ആ ദിവസമാണ് നമ്മുടെ തിരുവോണ ദിവസം. അതിനാണ് നമ്മൾ 10 ദിവസം പൂക്കളമിട്ട് 10ാം നാളിൽ നമ്മുടെ മഹാബലിക്കൊപ്പം തന്നെ ഇടവയർനായ മാവേലി, അതെങ്ങനെയാ? മഹാബലവാനായ ശക്തിശാലിയായ ത്രിഭുവനങ്ങളുടെ നാഥനായിരുന്ന മഹാബലി ചക്രവർത്തി എങ്ങനെയാണ് കൊടവേറനാകുക? തിന്നുമിണ്ടാതെ ഒരറ്റത്തിരിക്കുന്ന ഒരാളല്ലേ കൊടവേറനാവത്തുള്ളൂ. അപ്പോൾ അതും നമുക്ക് ഊഹിക്കാം. ആരോ പ്രചരിപ്പിച്ച ഒരു കഥയുടെ ബാക്കി പത്രമാണ് നമ്മളെല്ലാവരും വിശ്വസിച്ചത്. അപ്പൊ ത്രിഭുവനത്തിന്റെ നാഥനായ മഹാബലി വളരെ ശക്തനായ ഒരു സുന്ദരനായ ചക്രവർത്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരേ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു. എല്ലാ ദേവന്മാരും പോയിട്ട് ദേവേന്ദ്രനും ഒക്കെ ചെന്ന് വിഷ്ണുവിനോട് പറയുകയും അങ്ങനെ വിഷ്ണു വാമനായിട്ട് അവതരിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വരികയും ചെയ്യാണ്. കുഞ്ഞു കുട്ടിയുടെ, ഒരു ശുദ്ധ ബ്രാഹ്മണനായ, ഒരു ബ്രഹ്മചാരിയായ ഒരു കൊച്ചു കുഞ്ഞിന്റെ രൂപത്തിലേക്ക് വാമനൻ അവതരിച്ച് ഭൂമിയിലേക്ക് വന്ന ദിവസമാണ് നമ്മുടെ തിരുവോണം. അങ്ങനെ വരികയാണ്. വന്നിട്ട് മഹാബലിയുടെ അടുത്ത് വരുന്നു. വന്നിട്ട് അപ്പൊ മഹാബലി പറയാണ്, കാര്യം എന്താണ്? എല്ലാം ഉള്ളവനാണല്ലോ, ത്രിഭുവനങ്ങളുടെ നാഥനാണല്ലോ, എൻ്റെ കയ്യിൽ എന്തുണ്ടല്ലോ, കുഞ്ഞു കുട്ടിയല്ലേ, അതെന്താ വിചാരിച്ച ഇച്ചിരി പപ്പടോ ചോറോ പായസോ പഴമോ ഒക്കെ ചോദിക്കുമെന്നാ വിചാരിച്ചിരുന്നു. ഞാൻ ബ്രഹ്മചാരിയല്ലേ, അപ്പം എനിക്ക് എന്താ വേണ്ടത്? തപസ് ചെയ്യണം. അതിനൊരു 3 അടി മണ്ണ് തന്നാൽ മതി. എൻ്റെ ഈ കുഞ്ഞു പാദങ്ങൾ വെച്ച് 3 അടി അളക്കണം, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ കുഞ്ഞു കുട്ടിയല്ലേ, അവൻ എന്താ 3 അടിയല്ലേ വേണ്ട? എന്ത് വേണം എനിക്ക്? എന്ത് വേണം എടുത്തോ, അവിടുന്ന് എന്താ എന്ന് പറഞ്ഞിട്ട് ഭീമാകാരനായിട്ട് അങ്ങ് വളർന്നു. ആരാണിത്? സാക്ഷാൽ നാരായണനല്ലേ. അങ്ങ് വളർന്നു. ഒറ്റ പാദം വെച്ചപ്പോഴേക്കും ഭൂമി മുഴുവൻ. 2ാമത്തെ പാദം വെച്ചപ്പോ സ്വർഗവും പാതാളവും ഒക്കെ കരസ്ഥമായി. പിന്നെ 3ാമത്തെ പാദം വെച്ചോണ്ട് നിൽക്കുക കുഞ്ഞ്. പെട്ടെന്ന് മഹാബലി തിരിച്ചറിയാണ്, എൻ്റെ ത്രിഭുവനങ്ങളുടെ നാഥനായ എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഒരു കുഞ്ഞു ബാലന്റെ മുന്നിൽ അവൻ ചോദിച്ച അവന് തപസ് ചെയ്യാൻ വേണ്ടുന്ന 3 അടി മണ്ണ് കൊടുക്കാൻ പോലും കഴിവില്ലാത്തവനാണ് ഞാൻ എന്നൊരു നിമിഷം കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നു ഇത് മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നും എല്ലാം സത്യമെല്ലാം മനസ്സിലാവുകയും തന്നിലെ ഒരു അല്പത്തരം അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് ഇനി മാർഗമില്ല. പക്ഷെ വാക്കുകൾ പാലിക്കുന്നവനായിരുന്നു, വാക്കിനത്രയും പ്രാധാന്യം കൊടുക്കുന്നവനായിരുന്നു, സത്യവ്രതൻ എന്ന് തന്നെ പറയാമായിരുന്നു മഹാബലി. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? തൻ്റെ ശിരസ് കുനിച്ചു കൊടുത്തു. ചവിട്ടുക എന്നതാണ് ഉദ്ദേശം. പക്ഷെ ഒരിക്കൽ അടുത്ത് നമ്മൾ കേൾക്കുന്നത് ചവിട്ടി നേരെ പാതാളത്തിലേക്ക് അങ്ങ് താഴ്ത്തിയെന്നാണ്. നോ, അതും റോങ് ഇൻഫർമേഷൻ ആണ്. അദ്ദേഹത്തിനെ ചവിട്ടിയൊന്നും ചെയ്തിട്ടില്ല. മഹാബലി വളരെ ശ്രേഷ്ഠനാണ്, ആദരിക്കപ്പെടേണ്ടവനാണെന്ന് ആർക്കറിയാം? നമ്മുടെ നാരായണൻ അറിയാം. അതിനെ നാരായണൻ ഇദ്ദേഹത്തിനെ എഴുന്നേൽപ്പിച്ച് സ്വീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, സ്വർഗത്തിലുള്ളവർ പോലും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്. സ്വർഗരാജ്യത്തിലിരിക്കുന്ന അത്ര സൗകര്യങ്ങളെക്കാൾ മികച്ചൊരു സ്ഥലമാണ്. അപ്പൊ അതുപോലെ ഇപ്പോഴത്തെ ദേവേന്ദ്രൻ മാറുമ്പോൾ അടുത്ത ദേവേന്ദ്രനായി നമ്മുടെ മഹാബലിയെ വാഴിക്കാം എന്നൊരു വാക്കും കൂടി നമ്മുടെ നാരായണൻ കൊടുത്തു. അപ്പോൾ എന്തൊക്കെയാണ്?
സുതലത്തിലെ രാജാവാക്കി മാറ്റി, സുതലത്തിലെ ചക്രവർത്തിയാക്കി ആക്കുന്നതിനൊപ്പം തന്നെ എല്ലാ വർഷവും തൻ്റെ നാട്ടിലേക്ക്, ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ ഒരു അവസരം കൊടുക്കുന്നു അദ്ദേഹത്തിന്. അതാണ് വാമന ജയന്തിയുടെ ദിനം. പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അടുത്ത ദേവേന്ദ്രനാക്കാമെന്ന്. അങ്ങനെ ഏതൊരു അർത്ഥത്തിൽ നോക്കിയാലും അതിശ്രേഷ്ഠനായ മഹാബലി തമ്പുരാനെ വീണ്ടും ശ്രേഷ്ഠതയിലേക്ക് ഉയർത്തുകയായിരുന്നു വാമന ജയന്തി, വാമന അവതാരത്തിലൂടെ ഭഗവാൻ നാരായണൻ ചെയ്തത്. അപ്പോൾ കുടവയറനല്ല നമ്മുടെ മഹാബലി എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ഓണത്തിന് പൂക്കളം ഇടുന്നത് മഹാബലി തമ്പുരാനെയും അതുപോലെ തന്നെ നമ്മുടെ വാമന ജയന്തി, വാമനനെയും നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നത് മനസ്സിലാക്കുക. തെറ്റായ പ്രചരണങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, സത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഹാപ്പി ഓണം.